പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. പീതാംബരൻ, ഈ ശബരിമലയിൽ ഇപ്പോൾ 2 തന്ത്രിമാരുടെ മൊഴി എടുത്തിരിക്കുന്നു. അവർക്ക് ഇതിൽ എന്താണ് പങ്ക് എന്നൊക്കെ സ്വാഭാവികമായും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അനുമതി നൽകുന്ന, കാലാകാലങ്ങളായി അവിടെ തന്നെയുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ഈ തന്ത്രിമാരറിയാതെ ഇങ്ങനെയൊക്കെ അവിടെ ഒരു തട്ടിപ്പ് നടക്കുമോ? അത് ഒരു സാധനം പോലും വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ സംബന്ധിച്ച് നടക്കില്ല. തന്ത്രി അറിയാതെ അവിടെ ഒരു കരട് നീങ്ങൂല്ല അവിടെ. കാരണം എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയാണ് മുന്നിലിരിക്കുന്നത്. തന്ത്രിയെ പറയാതെ, തന്ത്രി പറയുന്നതല്ലാതെ അവിടെ മറിച്ച് ചെയ്യാനും പറ്റില്ല. ജ്യോത്സ്യമൊക്കെ ഒപ്പിച്ച് കാര്യമായിട്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവര് കാലാകാലങ്ങളായിട്ട് ഈ കുടുംബം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത്. കാരണം ഇവിടെ വിശ്വാസികൾ ഭരിക്കണം, വിശ്വാസം ഭരിക്കണം എന്നൊരു കൂട്ടി പറയുന്നു. വിശ്വാസം ഇത്തിരി കുറവുള്ള ഒരു മന്ത്രിസഭ നമ്മുടെ ഈ കേരളത്തിൽ വന്നു. അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ട് വന്നതാണ്. അവരെല്ലാം ഇതിൽ പ്രതികളായത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയാണ്. കാരണം ഇവര് പറഞ്ഞിട്ട് ചെയ്തു വിശ്വസിച്ച് ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് അതിന്റെ ആചാരങ്ങളൊന്നും അറിയില്ല. ഈ ദേവസ്വം ബോർഡിലിരിക്കുന്ന മന്ത്രിക്കോ അവരെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമല്ല. ഒരു സർക്കാർ എന്നുള്ള നിലക്ക് കൂടുതൽ വന്നു എന്ന് മാത്രം. എന്റെ അഭിപ്രായത്തിന് ഇത് മെയിൻ പ്രതി തന്ത്രി തന്നെയാണ്. തന്ത്രി അതെ ഓറ്റി അവിടെ വരില്ല. ഈ ആദ്യ സ്വഭാവമുള്ള ആളുകൾ അവര് എല്ലാ കാലത്തും ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ ഇതുകൊണ്ടുള്ള കൃത്രിമം നടത്തിക്കൊണ്ടിരിക്കുകയും ഇത് പുറത്തു വരണില്ലെന്ന് മാത്രമേ ഉള്ളൂ. പീതാംബരൻ, അങ്ങനെ എല്ലാവരും അങ്ങനെ എന്ന് പറയരുത്. ഏത് വിഭാഗത്തിലായാലും കള്ളന്മാരുമുണ്ട്, അല്ലാതെ നല്ലതായി ചെയ്യുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഒരു വിഭാഗം മാത്രമായതുകൊണ്ട് അവർ എല്ലാവരും ചെയ്യുന്നു പറയരുത്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെ ആരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. എല്ലാ വിഭാഗത്തിലും കള്ളന്മാരുണ്ട്. അതിന് ഏതെങ്കിലും വിഭാഗം കള്ളന്മാരിൽ നിന്ന് മുക്തരായ ഒന്നല്ല. എന്റെ അഭിപ്രായം ഇവരുടെയൊക്കെ ആസ്തി കണ്ടുകെട്ടി അന്വേഷിക്കണം. ഇവർക്ക് നേരത്തെ ഒന്നുണ്ടായി, ഇതിന് ഇവിടെ വന്നതിന്റെ ശേഷം ഒന്നുണ്ടായി, അതാണ് അന്വേഷിക്കേണ്ടത് ആദ്യം. അല്ലാണ്ട് രാജ്യം ഭരിക്കുന്ന ആളുകളുടെ കരുത്തല്ലല്ലേ കയറേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്ന്, ക്ഷമിക്കണം, ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്തേ, പറഞ്ഞോളൂ സാർ. തന്ത്രിയും മന്ത്രിയും പോറ്റിയും എല്ലാവരും ഇതിനകത്ത് പങ്കാ. ഈ ഇന്റർനാഷണൽ സ്മഗ്ലർ വന്ന് ആദ്യം പിടിക്കുന്നത്, ആദ്യം ഇടപെടുന്നത് ഈ മന്ത്രി ഇവരെയൊക്കെയാ, ഈ പൂജാരികളെയും അവരെയൊക്കെ ഈ ബിംബങ്ങളൊക്കെ കൊണ്ടുപോകാനും അത് അടിച്ചു മാറ്റി കൊണ്ടുപോകാനും ഒക്കെ ഇങ്ങനെയുള്ളവരെ പിടിച്ചാലേ അവർക്ക് അതിന്റെ ശരിയായ ഇത് കിട്ടത്തുള്ളൂ. അതിലൊന്നാ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ മീനല്ല, അവനൊരു വലിയ കള്ളനാ. അവന്റെ കെയർ ഓഫിൽ ഈ തന്ത്രിയും അവിടെയുള്ള പൂജാരിയ എന്ന അഴിച്ചു മാറ്റുന്ന വാതിൽപ്പാളിയെല്ലാം അഴിച്ചു മാറ്റുന്ന കണ്ടില്ലേ? അവരുടെ ഉത്സാഹം കണ്ടില്ലയോ? ഇവരെല്ലാം ഇതിനകത്ത് കയ്യാ. അവിടെ ഉള്ള ഓരോ വ്യക്തികളും, അവിടെ ശബരിമലയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. മന്ത്രിമാര് തൊട്ട് ഈ ഇങ്ങേയറ്റം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടുത്തെ പൂജാരികളും നമ്മുടെ തന്ത്രിക്കെല്ലാം ഇതിനകത്ത് കൈയുണ്ട്. തന്ത്രിയൊക്കെ അതിനകത്ത് ഒപ്പുവെച്ചവരാ. അവർക്കറിയത്തില്ല ഇത് സ്വർണം ഇതിനെ ക്ലാഡിങ് ചെയ്ത് എടുത്തിട്ട് അവര് പൂശിക്കൊണ്ടുവന്ന് വെച്ചു. അത്രയും അറിവില്ലാത്തതാണോ ഈ തന്ത്രിക്കെല്ലാം അറിയാം. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാം. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധമുള്ളവരാ. ഇവരെല്ലാം പിടിച്ചകത്താക്കണം. അത്രയും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ